അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ഇഫ്താർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആഫ്രിക്കയിലെ മൊസംബിക് എന്ന രാജ്യത്തിലെ ഷിമോയി എന്ന സ്റ്റേറ്റിലെ സെപ്റ്റംബർ എന്നുള്ള ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ അറിയാം, വീടുകളുടെ അവസ്ഥ, കുട്ടികളുടെ അവസ്ഥ ഒക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ച വിചാരിച്ച ഇഫ്താർ ആയിരുന്നു നീട്ടി ഈ നാളെയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം മഴ പെയ്തുകൊണ്ട് ഇവിടെ മുറ്റം ഒക്കെ വളരെ പ്രയാസകരമാണ്. നമുക്ക് എത്തിപ്പെടാൻ തന്നെ വലിയ പ്രയാസമാണ്. കാരണം കാറിലെ 2 കിലോമീറ്ററുകൾ കടന്ന് വന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുപാട് നടന്നിട്ട് വേണം ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരുപാട് മുസ്ലിങ്ങളൊക്കെ തിങ്ങി പറക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ ആളില്ല. നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാണ് ഇവിടെ രോഗമായ മരിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ചിന്തിച്ചു പോയി. അത്രത്തോളം പ്രയാസകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവരുടെ വീടുകൾ. ഇപ്പൊ ഞാൻ വീട്ടിനുള്ളിലൊക്കെ കയറിയപ്പോൾ വീട്ടിലൊക്കെ വെള്ളം ചോർന്നൊലിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ കിടന്നു? അപ്പൊ മക്കളൊക്കെ എന്താ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് കെട്ടിയിട്ട് കിടന്നു എന്നാ പറയുന്നത്. ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ കുട്ടികളൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടിട്ട് മഴത്തിൽ കിടത്തി വെക്കുന്ന ഒരു അവസ്ഥ. ഏതായാലും നാളെ നമ്മുടെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇത് ഇവിടുത്തെ ഉസ്താദാണ്. ഞാൻ നേരത്തെ ഒരു മദ്രസ ഉണ്ട്, ചെറിയൊരു മദ്രസ, ഷീറ്റിന്റെ അടിയിലുള്ള ചെറിയ മദ്രസ ഉണ്ട്. ആ മദ്രസയുടെ ഉസ്താദാണ്. ഈ ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടെത്തിയത്. ഏതായാലും ഇതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ സഹായിച്ച് സഹകരിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ. നമ്മളൊക്കെ എത്രയോ സ്വർഗത്തിലാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു നേരത്തെ ഭക്ഷണത്തിന് പണമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കഴിക്കാനില്ലാത്ത പ്രയാസകരമായ അവസ്ഥ. നമ്മളോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് അരി വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിച്ചു. അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം കൊണ്ട് അവർക്ക് കുറച്ച് അരിയൊക്കെ കൊടുക്കുന്നുണ്ട്. നാളെ അവർക്ക് വേണ്ട ഭക്ഷണം, അതുപോലെ ഇവരുടെ ഈ നാട്ടിലെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണമാക്കുന്ന ആ ഷീമ തയ്യാർ ചെയ്യാൻ വേണ്ടി 2 ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി ഇവർക്ക് ഇഫ്താർ കൊടുക്കുന്നതും മറ്റൊക്കെ നാളെ കാണിച്ചു തരാം. നിങ്ങൾ അകമഴിഞ്ഞ നിങ്ങളുടെ സന്തോഷം നിമിഷങ്ങളിൽ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ, കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ, അള്ളാഹു നൽകുന്ന നിയമത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ പാവങ്ങളെ, ആഫ്രിക്കയിലെ പാവങ്ങളൊക്കെ നോക്കണം. ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ സന്തോഷം മതി നമുക്ക് രക്ഷപ്പെടാൻ മാത്രം. എനിക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിലും ശാരീരികമായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് റബ്ബ് അനുഗ്രഹിച്ചത് കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിഅമത്ത് കൊണ്ട് എനിക്ക് ഈ ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റി. നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ എന്റെ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. നിങ്ങളുടെ സഹായങ്ങൾ നീയും ഉണ്ടാകണമെന്ന് മാത്രം.